ലോക എന്ന മലയാള സിനിമയുടെ 14 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ്, വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ്, റെസ്റ്റ് ഓഫ് ഇന്ത്യ, ഓവർസീസ് കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക് 14 ദിവസത്തെ. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ. എന്തായാലും നമ്മുടെ ലോക സിനിമ തിയേറ്റർ റിലീസിന് വന്നത് ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. നമ്മുടെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ ലാലേട്ടൻ സിനിമേന്റെ കൂടെ, സത്യൻ അന്തിക്കാട് സിനിമേന്റെ കൂടെ ഒരു ക്ലാഷ് റിലീസായിരുന്നു സിനിമയ്ക്ക് വന്നത്. വളരെ കുറഞ്ഞ സ്ക്രീനാണെന്ന് പറയാൻ സാധിക്കത്തില്ലെങ്കിലും സിനിമയ്ക്ക് പിന്നീട് അങ്ങോട്ട് നല്ല പോലെ സ്ക്രീൻ കൗണ്ട് കാണാൻ സാധിച്ചു. 130 250 പിന്നെ 300-ലധികം സ്ക്രീൻസ് ആണ് സിനിമയ്ക്ക് പിന്നെ കാണാൻ സാധിച്ചത് കേരളത്തിൽ മാത്രം. എന്തായാലും സിനിമ പല സ്ഥലത്തും നല്ല പോലെ കളക്ഷൻ വാരി എടുക്കുന്നുണ്ട്. ഈവൻ തെലുങ്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഹിന്ദി ആണെങ്കിലും ഇപ്പൊ നിലവിൽ, പിന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസ്. എന്തായാലും പടത്തിന്റെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് ആദ്യമേ കേരള ബോക്സ് ഓഫീസിന്. കേരളത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ 8 ദിവസം കൊണ്ട് പടം നേടിയെടുത്തത് 38.64 കോടിയാണ്. പിന്നെ 9-ാം ദിവസം 5.82 കോടി, 10-ാം ദിവസം 7.30 കോടി, 11-ാം ദിവസം 7.14 കോടി, 12-ാം ദിവസം സിനിമ 5.10 കോടി, 13-ാം ദിവസം 4.18 കോടി, 14-ാം ദിവസം 3.50 കോടി. ഇങ്ങനെയാണ് സിനിമയുടെ നിലവിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത്. ടോട്ടൽ ഇങ്ങനെ കേരള ബോക്സ് ഓഫീസിന് മാത്രം 71.68 കോടിയാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്ന കളക്ഷൻ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് 100 കോടിയിലോട്ട് പോകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സംശയം തന്നെയാണ്. എന്തായാലും ലോക സിനിമ 14-ാം ദിവസം നല്ല ശക്തമായ ഒരു ഹോൾഡ് തന്നെയാണ് ബോക്സ് ഓഫീസിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് കേരളത്തില്. എന്തായാലും ഇനി സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലോട്ട് പോകാം നമുക്ക്. റെസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗത്തും സിനിമയ്ക്ക് നല്ലൊരു കളക്ഷനാണ്. തെലുങ്ക് ആണെങ്കിലും തമിഴ്നാടാണെങ്കിലും ഹിന്ദി ആണെങ്കിലും സിനിമയ്ക്ക് നല്ലപോലെ ഡബ്ഡ് കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ലോകേന്റെ പതിപ്പിന്. ഓൾമോസ്റ്റ് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ട് 41.39 കോടിയാണ് സിനിമ കരസ്ഥമാക്കിയിരിക്കുന്ന കളക്ഷൻ നോക്കുകയാണെങ്കിൽ 14 ദിവസം കൊണ്ട്. ഇനി ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷനാണ് ഓവർസീസിൽ. 100 കോടിയിലോട്ട് പോവുകയാണ് നമ്മുടെ ഓവർസീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ. എന്തായാലും 96.27 കോടിയാണ് നിലവിലെ സിനിമയുടെ ഓവർസീസ് കളക്ഷൻ. ഉടൻ തന്നെ സിനിമ നമ്മുടെ 100 കോടിയിലോട്ട് വരാൻ പോവുകയാണ് ഓവർസീസ് കളക്ഷൻ ആയിട്ട്. അങ്ങനെ ടോട്ടൽ 14 ദിവസം കൊണ്ട് 209.34 കോടിയാണ് സിനിമ കരസ്ഥമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ലോക സിനിമയുടെ ടീം 200 കോടി പോസ്റ്റർ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോക എന്ന സിനിമയെ തകർക്കാനുള്ള ഒരുപാട് കളക്ഷൻ റിപ്പോർട്ടുകൾ ഉണ്ട്, അല്ലെങ്കിൽ കളക്ഷൻ റെക്കോർഡ് ഉണ്ട്. ആദ്യമേ തന്നെ നമ്മുടെ എമ്പുരാൻ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ തകർക്കുമോ? 2 തുടരും സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് ഫൈനല്, പിന്നെ മഞ്ഞുവൽ ബോയ്സിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഫൈനല്, പിന്നെ നമ്മുടെ മാർക്കോ സിനിമയുടെ ഹിന്ദി പകർപ്പിന്റെ കളക്ഷൻ ഫൈനല്, പിന്നെ നോക്കുകയാണെങ്കിൽ എമ്പുരാൻ സിനിമന്റെ ഓവർസീസ് കളക്ഷൻ ഫൈനല്, പിന്നെ നോക്കുകയാണെങ്കിൽ പ്രേമലു എന്ന് പറഞ്ഞ നെസ്ലിൻ സിനിമയുടെ തെലുങ്ക് പതിപ്പിന്റെ ഫൈനൽ കളക്ഷൻ, പിന്നെ നോക്കുകയാണെങ്കിൽ മഞ്ഞുവൽ ബോയ്സിന്റെ നമ്മുടെ കേരളത്തിലെ ഡൊമസ്റ്റിക് ആയ കളക്ഷൻ. അത് ഓൾമോസ്റ്റ് ഇന്നത്തെ കളക്ഷൻ കൂടി വരുമ്പോൾ 15-ാം ദിവസത്തെ കളക്ഷൻ കൂടി വരുമ്പോൾ അത് ഒഫീഷ്യലായിട്ട് തകർക്കാൻ പോവുകയാണ്. എന്തായാലും ചിത്രം നല്ല ഗംഭീരമായ ഒരു കളക്ഷനിലോട്ട് പോവുകയാണ് നമ്മുടെ ലോക എന്ന് പറഞ്ഞ സിനിമ. എല്ലാവർക്കും നല്ലപോലെ കണക്ട് ആവുന്ന രീതിയിൽ തന്നെയാണ് പടത്തിന് മേക്കിംഗ് എന്ന് പറയേണ്ടി വരും. എന്തായാലും ദുൽഖർ അണ്ണനെ ഇനി വരാൻ പോകുന്ന ഈ ഒരു യൂണിവേഴ്സിൽ വരാൻ പോകുന്ന സിനിമകൾക്ക് നല്ലപോലെ ബഡ്ജറ്റ് ഇറക്കാനുള്ള ഫണ്ട് അല്ലെങ്കിൽ നല്ലപോലെ കളക്ഷൻ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നല്ലപോലെ ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിലോട്ട് വരാൻ പോകുന്ന സിനിമകളും ഗംഭീരമായി മേക്കിംഗ് ആവട്ടെ. എന്തായാലും കാത്തിലേക്ക് നമുക്ക് ലോക സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. സിനിമ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കാൻ നമുക്ക് മറ്റൊരു കിടിലൻ കളക്ഷൻ വീഡിയോയിലായിട്ട്.